ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് DPSP അഥവാ രാഷ്ട്രനയത്തിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാമത്തെ ഭാഗത്തിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിലാണ് DPSPയെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് DPSP എന്താണെന്ന് നോക്കാം. Directive Principles of State Policy or Article 36 to 51 under Part 4 of the Indian Constitution are the norms or principles given to the federal bodies governing the state of India. These are meant which are intended to be remembered by the state while framing laws and policies. The directive principles comprise an extensive social, financial and political curriculum for a modern, progressive and welfare state. അതായത് സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ഫെഡറൽ ബോഡികൾക്ക് നൽകുന്ന മാനദണ്ഡങ്ങളോ തത്വങ്ങളെയാണ് DPSP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റ് അതിലെ നിയമങ്ങളും നയങ്ങളും ഒക്കെ രൂപപ്പെടുത്തുമ്പോൾ ഈ DPSP കൂടി പരിഗണിച്ച് വേണം അതിനെ രൂപപ്പെടുത്താൻ. ഓക്കെ, അതുവഴി വിപുലമായ ഒരു ആധുനിക പുരോഗമന ക്ഷേമ രാഷ്ട്രം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, DPSP ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കണം, അത് അവയുടെ കർത്തവ്യമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിർബന്ധമായും നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവ നോൺ ജസ്റ്റിസിബിൾ ഇൻ ക്യാരക്ടറാണ്. അതായത് എന്തെങ്കിലും രീതിയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിൻ്റെ വയലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിൽ മറിച്ച് നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം അതിൻ്റെ വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. പക്ഷേ DPSPക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കോർട്ടിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അതിനെ നോൺ ജസ്റ്റിസബിൾ ഇൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഹിസ്റ്റോറിക് സൈഡിലേക്ക് പോകാം. ഓക്കെ, 1937 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP എന്ന കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തത്. അവരത് കടമെടുത്തത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. DPSP എന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലുണ്ടായിരുന്നു. ഇത് അക്കാലത്ത് DPSPയുടെ ഒരു പ്രധാന ഉറവിടമായിട്ട് മാറി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ അല്ലെങ്കിൽ DPSPയെ സാമൂഹിക നയത്തിൻ്റെ ഡയറക്റ്റീവ് തത്വങ്ങൾ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DPSPക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനും ഒരു കോമൺ ഒറിജിനാണ്. 1928 നെഹ്റു റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്വരാജ്യ ഭരണഘടന ഉൾപ്പെട്ടിരുന്നു. അതിൽ ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സും പിന്നെ എൻഫോഴ്സിബിൾ അല്ലാത്ത, അതായത് ഇമ്പോസ് ചെയ്യാൻ പറ്റാത്ത ചില റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലുള്ള മറ്റ് ചില അവകാശങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. 1945 സപ്രു റിപ്പോർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ജസ്റ്റിസബിളും നോൺ ജസ്റ്റിസബിളുമായിട്ട് തരംതിരിച്ചത്. ഓക്കെ, ജസ്റ്റിസബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അത് നമുക്ക് എൻഫോഴ്സിബിളുമാണ് ജസ്റ്റിസബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. കോർട്ടിൽ നമുക്കത് എൻഫോഴ്സിബിൾ ആണ്. ഓക്കെ, നോൺ ജസ്റ്റിസബിൾ റൈറ്റ്സിനെയാണ് അവർ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറ്റിയത്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആയിട്ട് മാറ്റിയത്. അതെന്തിനാണ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ ടു ഗൈഡ് ദ സ്റ്റേറ്റ് ടു വർക്ക് ഓൺ ദ ലൈൻസ് ടു മേക്ക് ഇന്ത്യ എ വെൽഫെയർ സ്റ്റേറ്റ്. ഇന്ത്യയെ ഒരു വളരെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവയുടെ രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു രൂപീകരിക്കുക എന്ന ടാസ്ക് നൽകപ്പെട്ടിരുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കായിരുന്നു. അതിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവർ തയ്യാറാക്കിയ എല്ലാ ഡ്രാഫ്റ്റുകളിലും, അതായത് എല്ലാ കരടുകളിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെയാണ് DPSP എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം.
ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിസ്ക്രൈബ്ഡ് ദം ആസ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതനമായ സവിശേഷതകൾ എന്നാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഗ്രാൻവിലെ ഓസ്റ്റിൻ ഡിസ്ക്രൈബ്ഡ് DPSP ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് ദി കോൺഷ്യൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നാണ് അദ്ദേഹം ഇതിനെ DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും ചേർത്ത് വിശേഷിപ്പിച്ചത്. ഓക്കെ, ആൻഡ് DPSP ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ദ കേർണൽ ഓഫ് ദി Indian Constitution. The expression justice, social, economical and political that is mentioned in the preamble is the ultimate aim that has to be achieved through the formulation of DPSP. DPSPയുടെ ഫോർമുലേഷൻ കൊണ്ടുള്ള അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒരു ഈക്വൽ ജസ്റ്റിസ് ആണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രിയാമ്പിളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെയുള്ള ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, ഇനി നമുക്ക് DPSPയുടെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തത്, ദ ഫ്രേസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസീസ് ഡിനോട്ട് ദ ഐഡിയൽസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇനാക്ടിംഗ് ലോസ്. അതായത് സ്റ്റേറ്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് DPSP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾക്കനുസൃതമായുള്ള പോളിസികളും നിയമങ്ങളും വേണം സ്റ്റേറ്റ് നടപ്പാക്കാനെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 3-ലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ അതേ മീനിങ് ആണ് ഇവിടെ ഈ സ്റ്റേറ്റിന് ഉള്ളത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റീസ്, മറ്റ് പബ്ലിക് അതോറിറ്റീസ്, പിന്നെ ഇവിടെയെല്ലാം ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് വിങ്സിലും ഈ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും. ഓക്കെ, then second one, the directive principles resembles the instrument of instructions enumerated in the Government of India Act of 1935. അതായത് 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഗവർണർ ജനറൽ ഗവർണർമാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശങ്ങളാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായിട്ട് DPSPക്ക് വളരെ സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ DPSP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവർണർമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളല്ല, പകരം ലെജിസ്ലേറ്റീവിനും എക്സിക്യൂട്ടീവിനും കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് പോയിന്റ്, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി കോംപ്രഹെൻസീവ് എക്കണോമിക്, social and political program for a modern democratic state. അതായത് ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ട സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയപരവുമായ എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് DPSP എന്നത്. അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റാണ് ഇവിടെ DPSP മുന്നോട്ട് വയ്ക്കുന്നത്. Directive principles are non-justiciable in nature, that is, they are not legally enforceable by the court for their violation. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവ മുൻപ് പറഞ്ഞതുപോലെ നോൺ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചറാണ്. അതായത് ഇവ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം എന്നാൽ DPSP എന്നത് നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും സ്റ്റേറ്റിന് ഇത് നടപ്പിലാക്കുവാൻ സ്റ്റേറ്റ് ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദോ നോൺ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ ഹെൽപ്സ് ദ കോർട്ട് ഇൻ എക്സാമിനിങ് ആൻഡ് ഡിറ്റർമിനിങ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ദ ലോ. DPSP കോടതികൾ വഴി നടപ്പിലാക്കാൻ സാധിക്കില്ല എങ്കിലും പലപ്പോഴും കോടതികൾ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ ഭരണഘടനാ സാധ്യത പരിശോധിക്കുമ്പോൾ DPSPയുടെ സഹായം തേടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു DPSP നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചില എക്സ്പെക്റ്റേഷൻസ് കോടതികൾ കൊടുക്കാറുണ്ട്. കാരണം DPSP അത്രയ്ക്കും തന്നെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെട്ടിരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 36 to 51 ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ 36 ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന ടേമിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്,
legislative of each of the state and all other public and local authorities under the control of the government. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 37 നമ്മൾ അതിൻ്റെ DPSPയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ ഇൻ എനി കോർട്ട് ഓഫ് ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ദേ ആർ വെരി ബേസിക് ആൻഡ് എസെൻഷ്യൽ ഫോർ ദി ഗവർണൻസ് ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഗവർണൻസിന് വളരെ ബേസിക്കും എസെൻഷ്യലുമായിട്ടുള്ളൊരു കാര്യമാണ് DPSP എന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള 38 തൊട്ടുള്ള ആർട്ടിക്കിൾസിനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഓരോ ആർട്ടിക്കിളിൽ ഇങ്ങനെ ക്രമമായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പഠനാവശ്യത്തിനായിട്ട് ക്ലാസിഫൈ ചെയ്തത്. DPSPയുടെ ആശയങ്ങളനുസരിച്ച് അവയെ മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ അതായത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇതിൽ ഓരോന്നിൻ്റെയും കീഴിൽ വരുന്ന ആർട്ടിക്കിൾസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ആൻഡ് ആദ്യം നമ്മൾ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിലേക്ക് പോവുകയാണ്. ദിസ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്ട് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം. അതായത് ഇനി പറയാൻ പോകുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം സോഷ്യലിസം എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുവഴി ഒരു വെൽഫെയർ സ്റ്റേറ്റ് രൂപീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇവ തരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഉൾപ്പെട്ടിരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Article 38, to promote the welfare of the people by securing a social order permeated by justice, social, economical and political, and to minimize inequalities in income, status, facilities and opportunities. അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക. അതോടൊപ്പം ജനങ്ങൾക്കിടയിലുള്ള വരുമാനം, പദവി, സൗകര്യം, അവസരങ്ങൾ എന്നിവയിലുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ രാഷ്ട്രം പരിശ്രമിക്കണം എന്നുമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. ആർട്ടിക്കിൾ 39, ടു സെക്യൂർ ദ റൈറ്റ് ടു എഡ്യൂക്കേറ്റ്. അതിനെ മെയിനായിട്ടും 6 സബ് ഡിവിഷൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലാദ്യത്തേത് ദ റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺസ്. എല്ലാ പൗരന്മാർക്കും മതിയായ ഉപജീവന ഉപായങ്ങൾക്കുള്ള അവകാശം ഉറപ്പുവരുത്തണം. The equitable distribution of material resources for the community for the common good. അതായത് സമൂഹത്തിൻ്റെ ഭൗതിക വിഭവങ്ങൾ പൊതുനന്മയ്ക്കായിട്ട് തുല്യമായി വിതരണം ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, പ്രിവെൻഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് കുറച്ച് വ്യക്തികളുടെ കൈകളിൽ മാത്രം സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് തടയണമെന്നും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണമെന്നുമാണ് ഇവിടെ പറയുന്നത്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ. സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം ഉണ്ടാകണമെന്നാണ് ഇവിടെ പറയുന്നത്. പ്രിസർവേഷൻ ഓഫ് ദ ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ എഗൻസ്റ്റ് ഫോഴ്സിബിൾ അബ്യൂസ്. വർക്കേഴ്സിൻ്റെ ആരോഗ്യവും കരുത്തും സംരക്ഷിക്കപ്പെടണമെന്നും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നുമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ആരോഗ്യപരമായ ഡെവലപ്മെൻറ്റ് പ്രാപ്തമാക്കാനുള്ള അവസരം ഒരുക്കണം, അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകണം എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 39A, ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആർട്ടിക്കിൾ 41, ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേറ്റ് ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നസ് ആൻഡ് ഡിസബിൾമെൻറ്റ്. അതായത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ, ദാരിദ്ര്യമുണ്ടാകുന്ന മറ്റവസ്ഥകളിലും പൗരന്മാരെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനും രാഷ്ട്രം സഹായിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക്
ആർട്ടിക്കിൾ 42 പോകാം. To make provisions for just and humane conditions of work and maternity life. അതായത് തൊഴിലാളികൾക്ക് മനുഷ്യത്വപരമായ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും സ്ത്രീകൾക്ക് പ്രസവ അവധികൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 43 to secure a living wage, a decent standard of life and social and cultural opportunities for all workers. അതായത് എല്ലാ തൊഴിലാളികൾക്കും ജോലി, ഉപജീവനക്ഷമമായ ഒരു വേതനം, മാന്യമായ ജീവിത നിലവാരവും വിശ്രമവേളകളുടെ പൂർണ്ണ അനുഭവവും ഉറപ്പുവരുത്തുന്ന സേവന വ്യവസ്ഥകൾ, സാമൂഹികവും സാംസ്കാരികവുമായ അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പ്രയത്നം രാഷ്ട്രം നിർവഹിക്കേണ്ടതാണ് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 43A to take steps to secure the participation of workers in the management of industries. അതായത് വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളെയും ഭാഗമാക്കാനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വയ്ക്കുന്നത്. ആർട്ടിക്കിൾ 47 to raise the level of nutrition and the standard of living of people and to improve public health. അതായത് ജനങ്ങളുടെ പോഷക ആഹാരത്തിൻ്റെ നിലവാരവും ജീവിത തോതും ഉയർത്താനും അതോടൊപ്പം പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള നടപടികൾ രാഷ്ട്രം കൈക്കൊള്ളണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 8 ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ DPSPയിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. They are based on ഗാന്ധിയൻ ഐഡിയോളജീസ്. ഗാന്ധിയൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവയെ രൂപീകരിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ആശയങ്ങളൊക്കെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രൂപീകരിച്ച രാഷ്ട്ര പുനരുദ്ധാരണത്തിലുള്ള കർമ്മ പരിപാടികളാണ്. അതായത് ഒരു രാഷ്ട്രം എങ്ങനെ വികസിക്കണം, ഒരു ഗ്രാമം എങ്ങനെ വികസിക്കണം, വ്യക്തികൾ എങ്ങനെ വികസിക്കണം എന്നൊക്കെയുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളായിരുന്നു ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിന് കീഴിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 40 to organize village panchayats and endow them with necessary powers and authority to enable them to function as unit of self-government. അതായത് ഗ്രാമപഞ്ചായത്തുകളെ സംഘടിപ്പിക്കുക എന്നതും ഒരു യഥാർത്ഥ അധികാരം ജനങ്ങളിലായിരിക്കണം എന്നതും ഒരു ഗാന്ധിയൻ ആശയമായിരുന്നു. അതിനായിട്ട് ഗ്രാമപഞ്ചായത്തുകൾ സ്വയം ഭരണഘടകങ്ങളായി പ്രവർത്തിക്കാൻ ആവശ്യമായ കഴിവുകളും അധികാരങ്ങളും അവയ്ക്ക് നൽകണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 43 to promote cottage industries on an individual or cooperation basis in the rural areas. അതായത് ഒറ്റയ്ക്കും സഹകരണ അടിസ്ഥാനത്തിലും ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കുടിൽ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 43B to promote voluntary formation, autonomous functioning, democratic control and professional management of cooperative societies. അതായത് രാഷ്ട്രം സഹകരണ സംഘങ്ങളുടെ സ്വതന്ത്രമായ രൂപീകരണം, അവയുടെ പ്രവർത്തനം, അതോടൊപ്പം ജനാധിപത്യപരമായ നിയന്ത്രണം, ഭരണനിർവഹണം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. Article 46 to promote the educational and economical interest of SCs, STs and weaker sections of the society and to promote them from social injustice and exploitation. അതായത് രാഷ്ട്രത്തിലെ SCs, STs and weaker sectionsൻ്റെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ താൽപ്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അതോടൊപ്പം തന്നെ അവരെ സാമൂഹികമായ അനീതിയിൽ നിന്നും വിവിധ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതാണെന്നുമാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 47. ഈ ആർട്ടിക്കിൾ 47 നമുക്ക് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിലും ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലും കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്, ടു പ്രൊഹിബിറ്റ് ദ കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. ന്യൂട്രീഷൻ ലെവലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും പബ്ലിക് ഹെൽത്തും എല്ലാം പ്രൊമോട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പിടിപ്പിക്കുന്ന പാനീയങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയൊക്കെ
ഉപയോഗം നിരോധിക്കണമെന്നുമാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഈ DPSPയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, അതായത് മെയിനായി പറയുന്നത് വുമൻ, ചിൽഡ്രൻ ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നാഷണൽ ഹെൽത്ത് മിഷൻ, അവരെയൊക്കെ ലക്ഷ്യമിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ, മിഡ് ഡേ മീൽ സ്കീം തുടങ്ങിയ നിരവധിയായ സാമൂഹിക വികസന പരിപാടികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. And then Article 48, to prohibit the slaughter of cows, calves and draught cattle and to improve their breed. അതായത് പശുക്കളുടെയും കന്നുകാലികളുടെയും ഇനങ്ങൾ നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി അവയുടെ കശാപ്പ് നിരോധിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ മേൽ പറഞ്ഞ ഇത്രയും DPSPs ആണ് ഗാന്ധിയൻ ആശയങ്ങളുടെ ബേസിസിൽ രൂപപ്പെട്ട തരംതിരിക്കപ്പെട്ടിട്ടുള്ള DPSPs. ഇനി നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഐഡിയോളജി ഓഫ് ലിബറലിസം. അതായത് നവീനപരമായ അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങളാണ് ഈ ചിന്താഗതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 44, to secure all citizens a uniform civil code throughout the country. അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് ഭാരതത്തിലൊട്ടാകെ ഏകരൂപകമായ ഒരു സിവിൽ നിയമസംഹിത രൂപീകരിക്കാൻ രാഷ്ട്രം പ്രയത്നിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് എന്നത് പറയുന്നത് രാജ്യത്ത് നമുക്കറിയാം പല ഭാഗത്തും പ്രതിഷേധം ഉയർന്നു വന്നൊരു കാര്യം കൂടിയാണ്. നിലവിൽ ഓരോ മതങ്ങൾക്കും മാരേജ് തുടങ്ങിയ സിവിൽ കാര്യങ്ങളിൽ ഓരോരോ നിയമങ്ങളാണുള്ളത്. ഇതിനെയെല്ലാം ചേർത്ത് ഒന്നാക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അത് നടപ്പാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവ മാത്രമാണ്. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ 45, to provide early childhood care and education for all children until they complete the age of 6. അതായത് 6 വയസ്സിന് മുകളിൽ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഇവിടെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മതിയായ പരിചരണവും വിദ്യാഭ്യാസവും നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വീക്ക് യു ഗോ ടു ആർട്ടിക്കിൾ 48, to organize agriculture and animal husbandry on modern and scientific lines. രാഷ്ട്രം കൃഷിയും മൃഗസംരക്ഷണവും ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ പ്രയത്നിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 48A, to protect and to improve the environment and to safeguard forest and wildlife. അതായത് നമ്മുടെ പരിസ്ഥിതി, വനം, വന്യജീവികൾ തുടങ്ങിയവ പരിരക്ഷിക്കണമെന്നാണ് ഈ ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Article 49, to protect monuments, places and objects of artistic or historic interest which are declared to be of national importance. അതായത് ചരിത്രപരവും ദേശീയപരവുമായിട്ടൊക്കെ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയവയുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 50, to separate the judiciary from the executive in the public services of the state. അതായത് പബ്ലിക് സർവീസുകളുടെ കാര്യത്തിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുകളും തമ്മിൽ ശരിയായ വിധത്തിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 51, to promote the international peace and security and maintain just and honorable relations between nations, to foster respect for the international law and treaty obligations and to encourage settlement of international disputes by arbitration. അതായത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടികളോടും ആദരവ് പുലർത്തണമെന്നും അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് DPSP എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസബിൾ ബട്ട് they are backed by vox populi, voice of the people, which is the real sanction behind every law in reality. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിസബിൾ ആണെങ്കിലും അവയെ വോക്സ് പോപ്പുലെ പിന്തുണയ്ക്കുന്നു. അതായത് അവയെ ജനങ്ങളുടെ ശബ്ദമാണ് പിന്തുണയ്ക്കുന്നത്. ഈ പിന്തുണയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ നിയമങ്ങൾക്കും പിന്നിലുള്ള യഥാർത്ഥ അനുമതി എന്ന് പറയുന്നത്. Second one, the DPSP gives a philosophical foundation of a welfare system
These principles make it a responsibility of the state to secure it through the welfare legislation. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സിസ്റ്റത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള, അതായത് ദാർശനികമായിട്ടുള്ള ഒരു അടിത്തറയാണ്. ക്ഷേമരാഷ്ട്ര നിർമ്മാണത്തിലൂടെ ഒരു ക്ഷേമ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുകയാണ് DPSP ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ദർ നേച്ചർ ഈസ് മോർ ഓഫ് മോറൽ ഐഡിയൽസ്, ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ മോറൽ കോഡ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് DPSPയുടെ നേച്ചർ എന്ന് പറയുന്നത് കൂടുതലും ഒരു മോറൽ ഐഡിയലാണ്. അതായത് ഒരു ധാർമ്മികമായ ആശയങ്ങളാണ് അതിനകത്ത് കൂടുതലുള്ളത്. ഒരു സ്റ്റേറ്റിൻ്റെ മോറൽ കോഡ് അവ ഉൾക്കൊള്ളുന്നുണ്ട്. മോറൽ പ്രിൻസിപ്പിൾസ് ആണെന്ന് കരുതി അവയുടെ വാല്യൂ ഒരിക്കലും കുറയുന്നില്ല, കാരണം അവ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അഭാവം ഒരു സ്റ്റേറ്റിൻ്റെ വളർച്ചയെ തന്നെ തടസ്സപ്പെടുത്തിയേക്കാം. ഒരു സ്റ്റേറ്റ് റൺ ചെയ്യുന്നത് എപ്പോഴും അവിടുത്തെ ജനങ്ങളാണ്. സ്റ്റേറ്റ് രൂപീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകേണ്ടത് എപ്പോഴും അത്യാവശ്യവുമാണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആക്ട്സ് ആസ് guide for the government, which helps them in making policies and laws for the purpose of securing justice and welfare in the state. അതായത് സ്റ്റേറ്റിൽ നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിയമങ്ങളും പോളിസികളും നിർമ്മിക്കുന്നതിന് ഒരു ഗൈഡായി DPSP ആക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Directive principles can be called as the positive directions of the state, which helps in securing social and economical dimensions of the democracy. അതായത് ജനാധിപത്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ മാനങ്ങളെ സെക്യൂർ ചെയ്യാൻ സഹായിക്കുന്ന DPSPയെ പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിനും DPSP എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ആക്ച്വലി സപ്ലിമെൻ്ററി ആണ്. ദേ ആർ ബോത്ത് നത്തിങ് വിത്തൗട്ട് ഈച്ച് അതർ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ DPSP നമുക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, and directive principles of state policies make it possible for the people to measure the worth of the government. അതായത് ഒരു സ്റ്റേറ്റിലെ ഗവൺമെൻറ്റിൻ്റെ മൂല്യവും പ്രവർത്തനവും അളക്കാനായിട്ട് ജനങ്ങളെ സഹായിക്കുന്നു. ഈ പ്രിൻസിപ്പിൾസ് പരിഗണിക്കാത്ത ഒരു ഗവൺമെൻറ്റിനെ റിജക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അനുകൂലിക്കാനും ജനങ്ങൾക്ക് കഴിയും. Next point, the directive principles constitute a manifesto of a nation. They provide useful information to the court in interpreting the existing provisions of the constitution and in coming up with better laws and policies. അതായത് DPSP ശരിക്കും ഒരു രാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോ, അതായത് പ്രകടന പത്രിക പോലെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുമ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്തവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഭരണഘടനയിലെ നിലവിലുള്ള വ്യവസ്ഥകളെ വ്യാഖ്യാനിക്കാനും മെച്ചപ്പെട്ട നിയമങ്ങളും നയങ്ങളും കൊണ്ടുവരുന്നതിൽ കോടതികൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങളും ഇവ നൽകുന്നുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിന്റ്, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഡു നോട്ട് സീം ടു ബി വെരി റിജിഡ് ഇൻ ദെയർ മീനിങ് and this helps the state in interpreting and applying these principles in accordance with the situation prevailing at the given time. അതായത് DPSP എന്നത് വളരെ റിജിഡായ ഒരു ടെക്സ്റ്റുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയത്ത് അപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിലെ സാഹചര്യത്തിനനുസരിച്ച് ആ പ്രിൻസിപ്പിൾസിനെ വ്യാഖ്യാനിക്കാനും പ്രയോഗത്തിൽ വരുത്താനും സ്റ്റേറ്റിന് കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വഴി ഉണ്ടായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ആക്ട്സ് ആണ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല, ജസ്റ്റ് ഇത് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ദ മിനിമം വേജസ് ആക്ട് ഇൻ 1948, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഇൻ 1986, ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഇൻ 1961, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഇൻ 1976, ഹാൻഡ്ലൂം ബോർഡ്, ഹാൻഡിക്രാഫ്റ്റ്സ് ബോർഡ്, coir board, silk board etc. have been set up for the development of cottage industries in the India. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ 1978, ജവഹർ റോസ്ഗർ യോജന 1989, സ്വർണ ജയന്തി ഗ്രാം സരോസ്ഗർ യോജന 1999, സമ്പൂർണ്ണ ഗ്രാം റോസ്ഗർ യോജന 2001, Mahatma Gandhi National Rural Employment Guarantee Programs 2006, the National Forest Policy 1988,
The Article 21A was inserted by the 86th Amendment, making free education for the children below the age of 14 compulsory. Prevention of Atrocities Act, safeguarding the interest of SCs and STs, several land reform acts. ഇത്രയുമാണ് DPSPയുടെ കീഴിലുണ്ടായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ ടേബിളാണ് ഈ കാണുന്നത്. അതിൻ്റെ ബേസിസ് ഓഫ് കമ്പാരിസൺ ആദ്യം കൊടുത്തിട്ടുണ്ട്. ആദ്യം മീനിങ് നോക്കുകയാണെങ്കിൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദ എസെൻഷ്യൽ ഓർ ബേസിക് റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു ഓൾ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നൽകപ്പെട്ടിട്ടുള്ള എസെൻഷ്യൽ ആൻഡ് ബേസിക് റൈറ്റുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദ ഗൈഡ് ലൈൻസ് വിച്ച് ആർ കൺസിഡേർഡ് വൈൽ ഫോർമുലേറ്റിംഗ് ലോസ് ആൻഡ് പോളിസീസ്. അതായത് ലെജിസ്ലേറ്റീവ്സിനും എക്സിക്യൂട്ടീവ്സിനും കൊടുക്കുന്ന പോളിസീസും ലോസും ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഫണ്ടമെൻ്റൽസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പാർട്ട് 3യിലാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ നേച്ചർ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതായത് പറയുന്നത് ആക്ച്വലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദേ പ്രൊഹിബിറ്റ് ദ സ്റ്റേറ്റ് ഫ്രം വയലേറ്റിംഗ് ദാറ്റ് റൈറ്റ്സ്. ആ റൈറ്റ്സ് നമുക്കൊരിക്കലും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വയലേറ്റ് ചെയ്താൽ നടപടികളും ഉണ്ടാകും. സോ അതുകൊണ്ടാണ് അതിൻ്റെ നേച്ചർ നെഗറ്റീവ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോസിറ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് ദേ ഡയറക്റ്റ് ദ സ്റ്റേറ്റ് ഫോർ ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ പോളിസീസ് കൊണ്ടുവരാനോ പുതിയത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് അത് രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേച്ചർ പോസിറ്റീവ് എന്ന് പറയുന്നു. സോ എൻഫോഴ്സിബിൾ, അതായത് ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലീഗലി എൻഫോഴ്സിബിൾ ആണ്, നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വയലേഷൻ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, അവ നോൺ എൻഫോഴ്സിബിൾ ആണ്. ഡെമോക്രസി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസി ആണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡെമോക്രസിയാണ്. ഓക്കെ, ആൻഡ് ദെൻ ലെജിസ്ലേഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ദേ ആർ നോട്ട് റിക്വയർഡ് ആൻഡ് ഫോർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദേ ആർ റിക്വയർഡ്. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ വെൽഫെയർ ആണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊമോട്ട് ചെയ്യുന്നത് പബ്ലിക് വെൽഫെയർ ആണ്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അൾട്ടിമേറ്റ് എയിമും, പബ്ലിക് വെൽഫെയർ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയുമാണ് DPSPനെ ആയിട്ട് ബന്ധപ്പെട്ട മെയിൻ പോയിൻറ്റ്സ്. സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കോർട്ടിൽ എൻഫോഴ്സിബിൾ അല്ല എങ്കിലും അവയ്ക്ക് പ്രാധാന്യം ഒട്ടുമില്ല എന്നല്ല അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്ന അൾട്ടിമേറ്റ് ഗോള് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DPSPs രൂപീകരിച്ചിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുന്ന ഓരോ നയവും നിയമങ്ങളും ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്തിൽ പരാമർശിച്ചിട്ടുള്ള ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ DPSP നോൺ ജസ്റ്റിസബിൾ ആണെന്ന് പറയുമ്പോഴും അവ ചില പ്രധാന ആക്റ്റുകൾ നമ്മൾ കണ്ടു, ഒരുപാട് ആക്റ്റുകൾ, പ്രധാന ആക്റ്റുകൾ അവ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല പാർട്ട് 3യിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനുള്ള അതേ ഈക്വൽ റിലവൻസും ഇമ്പോർട്ടൻസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇത്രയുമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഓൾ.